നമസ്കാരം, ഞാൻ റഫീഖ് ചങ്ങരംകുളം. ഇന്ന് 28/1/2018 ഞായറാഴ്ച. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികൾ മിസ്സിംഗ് ആവുന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ അടുത്തെത്തുന്നവരെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തോ നിർഭാഗ്യവശാൽ അത് എത്തിയില്ല എന്ന് തോന്നുന്നു. അതിനുള്ള റിപ്ലൈ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇന്ന് നമ്മൾ ഒരുപാട് കുട്ടികൾ മിസ്സാവുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ദിനം പ്രതി കുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളെ പിടിക്കുന്നു. ആളുകൾ അവിടെ വെച്ച് കണ്ടു, കുട്ടികൾ മിസ്സായി, കുട്ടികളെ കൈമ ഇഞ്ചക്ഷൻ വെച്ചു, സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ കാണാനില്ല എന്നുള്ള ഒരുപാട് ന്യൂസുകൾ എന്നും കേൾക്കുന്നുണ്ട്. ചില ആളുകൾ അത് ഡേറ്റ് വെച്ച് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എന്തോ പക്ഷെ അത് കേരളത്തിൽ കൂടുതലായി വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതിനെതിരെ ഇന്ന് പോലീസ് ഒരു അലർട്ടായിട്ട് ഇരുന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം എന്നും കാണുന്നുണ്ട്. ഇന്ന് വളരെ ഭീതിയോടെയാണ് കേരളം കിടന്നുറങ്ങുന്നത്. കാരണം നാടോടി സ്ത്രീകൾ വന്ന് മതിലിൻ്റെ മേലെയും വീടിൻ്റെ മേലെയും ഓരോരോ ചിഹ്നങ്ങൾ വരച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. രാത്രി ആണുങ്ങൾ വന്നിട്ട് ആളില്ലാത്ത വീടുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ അടയാള സൂചന എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തമായ തെളിവോടുകൂടി അവർ ഇന്ന് ആ വീട്ടിൽ പോയിട്ട് മോഷണം നടത്തുന്നു, കൊലയടക്കം ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ജനങ്ങൾ ഒരുപാട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. കുറെ നാടോടി സ്ത്രീകളെ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറെ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ഇവരെ പിടിച്ചതിന് ശേഷം ഒരു പക്ഷേ ചില ജനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പോലീസുകാർ കൊടുക്കുന്നത്. പോലീസുകാരുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഈ കുട്ടികൾ, ഈ ആളുകളെ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് അവർ വ്യക്തമായ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇവർക്കൊരു നല്ല ലോബി ഉണ്ട്. ഈ ലോബിയെ ഇതുവരെ പോലീസ് കണ്ടെത്താൻ തുനിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. അതിന് കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ലോബിയിൽ പോലീസുകാരും പങ്കുണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയുള്ള പോലീസുകാർക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ, പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് തേടിയിട്ട്, ഉറവിടം തേടിയിട്ട് ഇന്ന് കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങൾ പോയിട്ട് വിദേശ രാജ്യങ്ങളടക്കം പോയിട്ടുണ്ടെങ്കിൽ പ്രതിയെ പിടിച്ചു കൊണ്ടുവരുന്ന കേരള പോലീസിന് എന്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോബിയിലുള്ള ആൾക്കാരെ ഈ വേരോടെ പിഴുതെടുക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഇതിൽ പോലീസുകാർക്ക് ഒത്താശ ഉണ്ടെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇതിൽ ഒത്താശ ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു വിഹിതം അവർ പറ്റുന്നുണ്ടാവും. ഇതുവരെ പിടിച്ച ഒരാൾക്കാരുടെ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിടിച്ചു കൊണ്ടുപോയ ആളുകൾ എവിടെ, അവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ആരാണ് ഇതിന്റെ പിന്നിൽ? ജനങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. മീഡിയക്കാരോട് പറയാനുള്ള കാര്യം, മീഡിയക്കാർ ഇതിന് ഒരിക്കലും ഇതിനൊരു പിന്തുണ കൊടുത്തിട്ടില്ല. മീഡിയക്ക് സപ്പോർട്ട്, നല്ല സപ്പോർട്ട് ഉണ്ട് അവരിൽ, അത് സത്യമാണ്. കാരണം മീഡിയക്കാർ എന്നും രാഷ്ട്രീയ പ്രവർത്തകരുടെ പിന്നാലെ മാത്രമേ നടക്കും നമ്മൾ കണ്ടിട്ടുള്ളൂ. ജനങ്ങളെ സേവനത്തിന് വേണ്ടി നിങ്ങൾ ഇന്നേരവും ചെയ്തിട്ടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. എന്ന് നിങ്ങളെ വീട്ടിലൊരു കുട്ടി നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വേദന നിങ്ങൾക്കറിയും. ഇത് ഞാൻ പറയുന്നത് ഇത് ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് പറയണേ, പല ഗ്രഹനാഥന്മാർക്കും വേദനയുണ്ട്. ഇന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനായിട്ട്, നമ്മുടെ കുടുംബം പുലർത്താൻ നാട് വിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളും അന്യ രാജ്യങ്ങളും ഉണ്ട്. ഇവരെല്ലാം കുടുംബങ്ങളെല്ലാം കഴിയുന്ന നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിൽ കഴിയുന്നവർക്ക് നമ്മുടെ കേരളത്തിന് ഒരു നല്ലൊരു സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ നാട്ടിൽ പോലീസ്, എന്തിനാണ് രാഷ്ട്രീയം, എന്തിനാണ് മുഖ്യമന്ത്രി, എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. നിങ്ങൾക്ക് കഴിയും. മീഡിയക്കാർ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിനെ തുമ്പോടുകൂടി പുറത്ത് കൊണ്ടുവരാൻ കഴിയും. പോലീസുകാർ പിടിക്കുന്ന ആൾക്കാരെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് ജയിലിൽ അടക്കും. ഇവരെ ഉറവിടം തേടാൻ ഇന്നുവരെ പോലീസുകാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നോക്കിയിട്ടില്ല എന്നുള്ള സത്യമാണത്. എന്തായാലും എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നല്ലൊരു വ്യക്തമായ ഒരു അന്വേഷണം ഇതിനെതിരെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്.